മന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ വീട്ടിൽ ഭാര്യ ബിന്ദുമേനോനെതിരെ നടന്ന അതിക്രമത്തിൽ ഇടപെടുന്നതിൽ സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ചിന് സംഭവിച്ചത് ഗുരുതര വീഴ്ച. മന്ത്രിയുടെ വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും കൊട്ടാരക്കര സബ് ഡിവിഷനിലെ സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥൻ മുകളിലേക്ക് റിപ്പോർട്ട് നൽകിയില്ല. സാമൂഹ്യ മാധ്യമങ്ങളിൽ വിവാദമായതിനു ശേഷമാണ് റിപ്പോർട്ട് നൽകിയത്. ഈ റിപ്പോർട്ട് അവ്യക്തമാണെന്ന് കണ്ടെത്തിയതോടെ സമഗ്രമായ റിപ്പോർട്ട് ഇന്നലെ മാത്രമാണ് സമർപ്പിച്ചത്. സ്റ്റേറ്റ് ഇന്റലിജൻസ് ആഭ്യന്തര അന്വേഷണം ആരംഭിച്ചു എന്നുള്ള വിവരം വരുന്നു. AV ജയശങ്കർ, ഔദ്യോഗികമായ ഒരു കേസൊന്നും വന്നിട്ടില്ലെങ്കിൽ പോലും മന്ത്രിയുടെ വീട്ടിൽ ഇത്തരത്തിലൊരു സംഭവം നടന്നിട്ട് വേണ്ടത്ര രീതിയിൽ അത് ഹെഡ്ക്വാർട്ടറിൽ അറിയിച്ചിട്ടില്ല എന്നുള്ളതാണോ ഇപ്പോൾ പുറത്തു വരുന്ന വിവരം? അങ്ങനെയാണെങ്കിൽ സ്പെഷ്യൽ ബ്രാഞ്ച് ഈ വിവരം പുറത്തു പോകാതിരിക്കാൻ, ഹെഡ്ക്വാർട്ടറിൽ എത്താതിരിക്കാൻ ശ്രമിച്ചു എന്ന് വേണമോ മനസ്സിലാക്കാൻ? ഒളിച്ചുവെച്ചു എന്നതാണോ ഇപ്പോൾ പുറത്തു വരുന്ന വിവരം? സമൂഹ മാധ്യമങ്ങളിൽ ഇത് ഒരു ഗോസിപ്പായിട്ട് പടർന്നു തുടങ്ങിയതിന് ശേഷമാണ് സർക്കാർ പോലും, പോലീസ് ആസ്ഥാനത്ത് പോലും ഇത് അറിഞ്ഞതെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ജയശങ്കർ, കൊടുത്ത റിപ്പോർട്ടാകട്ടെ അവ്യക്തവും. സ്പെഷ്യൽ ബ്രാഞ്ചിന് വലിയ വീഴ്ചയാണോ സംഭവിച്ചത് മന്ത്രിയുടെ വീട്ടിൽ നടന്ന സംഭവത്തിൽ? അതായത് ഡോക്ടർ അരുൺ, സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ചിന് ഗുരുതരമായ വീഴ്ച സംഭവിച്ചു എന്നാണ് നിലവിൽ മനസ്സിലാക്കുന്നത്. മന്ത്രിയുടെ വീട്ടിൽ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും കൊട്ടാരക്കര സബ് ഡിവിഷനിലെ സ്പെഷ്യൽ ബ്രാഞ്ചുമായി ബന്ധപ്പെട്ട ഇതൊക്കെ ചുമതലപ്പെടുത്തിയ ഒരു ഉദ്യോഗസ്ഥൻ മുകളിലേക്ക് ഇതൊന്നും എഴുതി റിപ്പോർട്ടായി നൽകിയില്ല. പിന്നീട് ഈ കൊല്ലമൊക്കെ കേന്ദ്രീകരിച്ച് കൊട്ടാരക്കര ഭാഗത്തേക്കുള്ള സമൂഹ മാധ്യമങ്ങളിൽ വലിയ തോതിൽ ഈ മന്ത്രിയുടെ വീട്ടിലുണ്ടായ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വലിയ തോതിൽ പ്രചരിച്ചതിന് പിന്നാലെയാണ് ഒരു റിപ്പോർട്ട് ഇന്റലിജൻസ് ADGPക്ക് ഈ ഉദ്യോഗസ്ഥൻ നൽകുന്നത്. ഈ റിപ്പോർട്ട് പക്ഷേ അവ്യക്തമായ റിപ്പോർട്ടായിരുന്നു. കൃത്യമായി എന്താണ് നടന്നത്, അവിടെ എന്തൊക്കെ സംഭവിച്ചു എന്നുള്ള കാര്യങ്ങളൊന്നുമില്ലാത്ത ഒരു അവ്യക്തമായ റിപ്പോർട്ടാണ് നൽകിയത്. പിന്നീട് കഴിഞ്ഞ ദിവസം ഈ മന്ത്രിയുടെ ഭാര്യ ബിന്ദു മേനോൻ മാധ്യമങ്ങളിലൊക്കെ വന്ന് അത്തരത്തിൽ പരാമർശമൊക്കെ നടത്തി പ്രതികരണമൊക്കെ രേഖപ്പെടുത്തിയതിനു ശേഷമാണ് സമഗ്രമായൊരു റിപ്പോർട്ട് ഇന്റലിജൻസ് ADGPക്ക് സമർപ്പിച്ചതെന്നാണ് മനസ്സിലാക്കുന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട് സ്റ്റേറ്റ് ഇന്റലിജൻസ് ഇതിനോടകം തന്നെ ആഭ്യന്തര അന്വേഷണം ആരംഭിച്ചു. കാരണം ഈ നാട്ടിൽ നടക്കുന്ന വിഷയങ്ങളൊക്കെ തന്നെ ഈ സ്റ്റേറ്റ് ഇന്റലിജൻസിനെ അറിയിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിൽ SSP സംവിധാനം സബ് ഡിവിഷൻ തലത്തിലൊക്കെ തന്നെ വലിയ രീതിയിൽ പോലീസ് നടപ്പിലാക്കുന്നു. പക്ഷേ ആ തലത്തിൽ ആ സംവിധാനം പരാജയപ്പെട്ടു. ആ വിവരങ്ങൾ അറിയിക്കുന്നതിൽ വീഴ്ച സംഭവിച്ചു എന്നാണ് പ്രാഥമികമായി എന്തായാലും മനസ്സിലാക്കുന്നത്. ലോക്കൽ പോലീസിന് വീഴ്ചയില്ല എന്ന കൃത്യമായ റിപ്പോർട്ട് സംസ്ഥാന പോലീസ് മേധാവിയുടെ പക്കൽ എത്തുമ്പോൾ തന്നെയാണ് സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ചിന് SSPക്ക് വീഴ്ച പറ്റിയെന്ന ഒരു വിലയിരുത്തൽ കൂടി ഇപ്പോഴെന്തായാലും പോലീസിൽ നിന്ന് വരുന്നത്. അതായത് മനഃപൂർവ്വം അവിടെ നടന്ന കാര്യങ്ങൾ ഇതിന്റെ ചുമതലയുണ്ടായിരുന്ന കൊട്ടാരക്കര സബ് ഡിവിഷനിലെ ഒരു ഉദ്യോഗസ്ഥൻ മുക്കി എന്ന തരത്തിൽ തന്നെയാണ് മുകളിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നത്. റൂറൽ SP ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരും ഇത് സംബന്ധിച്ച വിവരങ്ങൾ 24 മണിക്കൂറിനുള്ളിൽ കാര്യങ്ങൾ സംഭവിച്ചു. ജയശങ്കർ, 24 മണിക്കൂറിനുള്ളിൽ നമ്മൾ ഈ വാർത്ത അറിയുന്നത് ഇന്നലെ വൈകുന്നേരം ഇത്തരത്തിലൊരു കഥ പ്രചരിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മളടക്കമുള്ള എല്ലാ മാധ്യമപ്രവർത്തകരും അറിയുന്നുണ്ട്. പക്ഷേ ആ സമയത്ത് പോലും ഹെഡ്ക്വാർട്ടറിൽ പോലീസ് ആസ്ഥാനത്ത് ഇതിനെക്കുറിച്ച് ഒരു വിവരവും ഉണ്ടായിരുന്നില്ല, ഇന്റലിജൻസ് വിഭാഗത്തിനൊരു വിവരവും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. മന്ത്രിയുടെ വീട്ടിൽ ഇത്തരത്തിലൊരു സംഭവം നടക്കുകയും മന്ത്രിയുടെ ഭാര്യ തന്നെ 112ലേക്ക് വിളിക്കുകയും അവിടെ 2 പോലീസ് സംഘങ്ങൾ എത്തുകയും ചെയ്തിട്ടും അവിടെ കൃത്യമായ ആദ്യം ഒരു പിങ്ക് പോലീസാണ് എത്തുന്നത്, പിന്നീടാണ് പോലീസ് എത്തുന്നത്. അപ്പോൾ 2 പോലീസ് അവിടെ എത്തിയിട്ടും സ്പെഷ്യൽ ബ്രാഞ്ച് കാര്യമായ റിപ്പോർട്ട് കൊടുത്തില്ല. കാര്യത്തിന് ഗൗരവ സ്വഭാവം ധരിപ്പിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അത് വലിയ വീഴ്ചയായിട്ട് തന്നെ കണക്കാക്കുന്നു. വളരെ പ്രധാനപ്പെട്ട ചില വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. റോഷിയുണ്ട്. റോഷി, ഇപ്പോൾ മന്ത്രിക്ക് എതിരെ വലിയ പ്രതിഷേധമൊന്നുമില്ല. ഇന്നലെ നമ്മൾ പത്തനാപുരത്ത് പ്രതിഷേധം കണ്ടു, കൊട്ടാരക്കരയിൽ പ്രതിഷേധം കണ്ടു. ഇന്നും പ്രതിഷേധം കടുപ്പിക്കാനിരിക്കുന്ന സാഹചര്യത്തിലാണ് മന്ത്രി 2 എസ്കോട്ടുമായിട്ട്. സാധാരണ രീതിയിൽ കെ ബി ഗണേഷ് കുമാർ പോലീസ് എസ്കോട്ട് ഇല്ലാതെ സഞ്ചരിക്കുന്ന മന്ത്രിയാണ്. പത്തനാപുരത്താണെങ്കിലും കൊട്ടാരക്കരയാണെങ്കിലും ഒന്നും മന്ത്രിയുടെ പോലീസിന്റെ ഒരു സാന്നിധ്യവും കെ ബി ഗണേഷ് കുമാറിന്റെ ഒപ്പം ഉണ്ടാവാറില്ല എന്നതും ശ്രദ്ധേയമാണ്. അത്തരം എസ്കോട്ടുകൾ ഉപയോഗിക്കുന്ന ആളുമല്ല. പക്ഷേ ഇതിപ്പോൾ 2 പോലീസ് വാഹനങ്ങളുടെ അകമ്പടിയോടുകൂടിയാണ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ തിരുവനന്തപുരത്തേക്ക് തിരിച്ചിരിക്കുന്നത്. വഴിയിൽ പ്രതിഷേധങ്ങൾക്കുള്ള സാധ്യത എന്തെങ്കിലും ഉണ്ടോ തിരുവനന്തപുരത്ത് എത്തുമ്പോൾ? അരുൺകുമാർ, യൂത്ത് കോൺഗ്രസ് നേതൃത്വം സംസ്ഥാന വ്യാപകമായി പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. അത് KSRTC ഡിപ്പോകളിലേക്ക് മന്ത്രി രാജിവെക്കുക എന്നാവശ്യപ്പെട്ടുള്ള പ്രതിഷേധ മാർച്ചാണ്. അതിന് പുറമെയാണ് KSU സംസ്ഥാന നേതൃത്വം ഇന്നലെ പ്രഖ്യാപിച്ചത് മന്ത്രിയെ തെരുവിൽ തടയുമെന്ന്. അതുകൊണ്ട് മന്ത്രിക്കെതിരെയുള്ള പ്രതിഷേധം പല ഭാഗങ്ങളിലായി നടക്കാൻ സാധ്യതയുണ്ട്. ഏറെ വൈകാതെ തന്നെ മന്ത്രി ക്യാബിനറ്റിൽ പങ്കെടുക്കാൻ വേണ്ടി സെക്രട്ടേറിയറ്റിലേക്ക് എത്തും. ഇപ്പോൾ ഞാൻ സെക്രട്ടേറിയറ്റിൽ പ്രധാന കവാടത്തിലാണുള്ളത്. ഇതുവഴിയാണ് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള മന്ത്രിമാർ സെക്രട്ടേറിയറ്റിലേക്ക് എത്തുക. ഏറെ വൈകാതെ മന്ത്രി കെ ബി ഗണേഷ് കുമാറും എത്തും. ഈ സെക്രട്ടേറിയറ്റിൽ ഞാൻ നിൽക്കുന്നിടത്തുനിന്നും തൊട്ടപ്പുറത്ത് ഏതാണ്ട് ഒരു 100 മീറ്റർ അപ്പുറത്താണ്
മന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ ഓഫീസ് സ്ഥിതി ചെയ്യുന്ന അനക്സ് 1 ആ കെട്ടിടത്തിലാണ് മന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ ഓഫീസ്. നേരത്തെ എത്തുകയാണെങ്കിൽ ഒരുപക്ഷെ ഓഫീസിലേക്ക് പോയതിനു ശേഷമാകും ക്യാബിനറ്റിലേക്ക് എത്തിച്ചേരുക. 10 മണിക്കാണ് മന്ത്രിസഭാ യോഗം ചേരുന്നത്. ഭൂരിഭാഗം മന്ത്രിമാരും ഇന്ന് നേരിട്ട് തന്നെ മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അതിനു മുമ്പ് മന്ത്രി രാജിവെക്കുമോ എന്നതാണ് അഭ്യൂഹം. അങ്ങനെ ആകാംക്ഷയോടെ രാഷ്ട്രീയ കേരളം കാത്തിരിക്കുകയാണ്. ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്വീകരിക്കുന്ന നിലപാട് എന്താണെന്ന്. രാജിവെക്കണമെന്ന ആവശ്യമാണ് പ്രതിപക്ഷം ഉയർത്തുന്നത്. കാരണം മന്ത്രിയുടെ ഭാര്യയ്ക്ക് മന്ത്രിയുടെ വീട്ടിൽ പോലും സുരക്ഷിതത്വമില്ല എന്ന രീതിയിലുള്ള പ്രചാരണമാണ് പ്രതിപക്ഷം നടത്തുന്നത്. അത് സ്ത്രീപക്ഷ നിലപാട് സർക്കാർ സ്വീകരിക്കുന്നതിൽ ഇരട്ടത്താപ്പ് എന്ന ആക്ഷേപം കൂടി ഉയർത്തുന്ന ഘട്ടത്തിൽ ഇനി മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ കടുത്ത നിലപാട് സ്വീകരിക്കുമോ എന്നതാണ് ഏറ്റവും പ്രധാനമാവുക. ഏറെ വൈകാതെ മന്ത്രി ഇവിടെ എത്തിച്ചേരും. മന്ത്രി മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുമെന്നാണ് അറിയാൻ കഴിയുന്നത്. 10 മണിക്ക് മുമ്പ് എത്തിക്കഴിഞ്ഞാൽ മാത്രമേ സ്വകാര്യമായി മന്ത്രി കെ ബി ഗണേഷ് കുമാറിന് മുഖ്യമന്ത്രിയെ കാണാൻ കഴിയുകയുള്ളൂ, ഈ കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റുകയുള്ളൂ. ഏതായാലും ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിന് മുമ്പ് എന്തെങ്കിലും തരത്തിലുള്ള തീരുമാനം കെ ബി ഗണേഷ് കുമാറിന്റെ ഭാഗത്തുനിന്നോ മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നോ ഉണ്ടാകുമോ എന്നതാണ് ഏറ്റവും പ്രധാനമാകുന്നത്. അരുൺകുമാർ.